ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കെ-മാറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കായി GK ആൻഡ് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലെ പുതിയൊരു സെഗ്മെൻറ്റ് ലീഡർഷിപ്പ് ചേഞ്ചസ് അല്ലെങ്കിൽ കീ അപ്പോയിൻമെൻറ്റ്സ്. ഈ ഒരു 2024 ഈ അടുത്ത കാലത്ത് നടന്ന ചില ബിസിനസ്സിലെയും മറ്റ് പ്രധാനപ്പെട്ട ചില ഏരിയാസിലെയൊക്കെ ലീഡർഷിപ്പിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയ ചില അപ്പോയിൻമെൻറ്റ്സുകളൊക്കെയാണ് നമ്മൾ ഈ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു സെക്ഷൻ 1 ആണ്. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ പാർട്ട് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ തന്നെ GK ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും ഏരിയാസിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതിൽ നമ്മൾ കൂടുതൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, കുറച്ചുകൂടി കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെയാണ് നമ്മുടെ ചാനലിലേക്ക് കവർ ചെയ്യാൻ ശ്രമിക്കുന്നത്. ബാക്കി പേഴ്സണാലിറ്റീസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. സ്പോർട്സ് റിലേറ്റഡ് ആയ ഏരിയാസ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബിസിനസ് റിലേറ്റഡ് ആയ ന്യൂ ഏരിയാസ് ഒക്കെ നമ്മൾ ഇപ്പം ഇതും ബിസിനസ് റിലേറ്റഡ് ആയ ന്യൂ ഏരിയ ആണ്. പിന്നെ കറണ്ട് അഫയേഴ്സ്, റീസെൻ്റ് ആയ ട്രെൻഡ്സുകളൊക്കെ നമ്മൾ കവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. മറ്റ് ഏരിയാസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതൊക്കെ നല്ലതാണ്. വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ്. സോ ഇനി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഏരിയ. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ സ്റ്റാറ്റസ് പ്രകാരം ഏകദേശം 60% വീഡിയോ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണ് പറയാൻ സാധിക്കുന്നത്. സോ പ്ലീസ് യു ക്യാൻ സബ്സ്ക്രൈബ് us. That will help us in reaching our videos to faster to you. അനദർ ഇമ്പോർട്ടൻറ്റ് ഓപ്ഷൻ, നിങ്ങൾക്ക് ജോയിൻ കെ-മാറ്റ് എക്സാം കുറച്ചുകൂടി സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, പ്ലസ് മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ ജോയിൻ ബട്ടൺ ഉപയോഗിച്ച് ഞങ്ങളുടെ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻഡെപ്ത് വീഡിയോസുകൾ നിങ്ങൾക്ക് അസസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ അനദർ പോസിബിലിറ്റി. അപ്പോൾ ഈ ഒരു വീഡിയോ ഒക്കെ ആദ്യം നമ്മൾ മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ടാണ് നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത്. പിന്നീട് 2-3 ദിവസം കഴിയുമ്പോഴാണ് എല്ലാ ചാനലിലുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നത്. സോ ദാറ്റ് ഈസ് അനദർ ഓപ്ഷൻ യു ക്യാൻ അവൈൽ. So try for this, just 59 anytime you can, 59 per month. നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യേണ്ട സമയത്ത് ക്യാൻസൽ ചെയ്യാം. That is another important possibility. A lot of preparatory videos we have uploaded in the channel. If you go to the channel and the playlist, again നിങ്ങളുടെ കെ-മാറ്റ് preparatory videos എന്ന വലിയ സെഗ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. Again 80-90 വീഡിയോസുകൾ അവിടെ നിങ്ങൾക്ക് കാണാം. So watch all these videos free of cost. അതെല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2021, 2022, 2023, 2024 സമയത്തൊക്കെ നമ്മൾ പല സമയങ്ങളായിട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ബേസ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും, ഇതേ ഫോർമാറ്റിൽ തന്നെയായിരിക്കും ഇത്തവണ കെ-മാറ്റ് ഉണ്ടാവുക. ഫോർമാറ്റിൽ ഒരുപാട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് ഓരോ സെക്ഷൻ വൈസ് ഒരു ഇൻഡെപ്ത് അനാലിസിസ് പിന്നീട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ് ഈസ് ഓൺ ബ്രീഫ്. കമ്മിങ് ടു ദ മാറ്റർ. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഒരു ഏറ്റെടുത്തേക്കുന്ന ഒരു പോയിന്റ്, ടാറ്റ രത്തൻ ടാറ്റയുടെ മരണശേഷം ചെയർമാൻ ഓഫ് ടാറ്റ ട്രസ്റ്റ്, ടാറ്റ ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള നോയൽ ടാറ്റയാണ്. ഒരുപക്ഷെ ടാറ്റ ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. രത്തൻ ടാറ്റയുടെ മരണം ഈ ഒരു കഴിഞ്ഞൊരു പീരീഡിൽ, കഴിഞ്ഞ 5-6 മാസത്തെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആയിട്ട് പ്രധാനപ്പെട്ട മാധ്യമ ശ്രദ്ധ നേടിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂസ് ഇത്ര ശ്രദ്ധ നേടിയതുകൊണ്ട് തന്നെ ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. നോയൽ ടാറ്റയാണ് ചെയർമാൻ ഓഫ് ടാറ്റ ട്രസ്റ്റ് മാത്രമല്ല ട്രെൻഡ് ആണ് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, മാനേജിംഗ് ഡയറക്ടർ ഓഫ് ടാറ്റ ഇന്റർനാഷണൽ. അങ്ങനെ പക്ഷേ എന്നാലും കീ ആയിട്ടുള്ള ടൈം ചെയർമാൻ ഓഫ് ടാറ്റ ട്രസ്റ്റ്, പുതിയ ചെയർമാൻ ആരായിരിക്കും എന്നുള്ളതായിരിക്കും. സോ ദാറ്റ് ഈസ് an important thing. ടാറ്റ ഗ്രൂപ്പുമായിട്ട് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കും. അതൊക്കെ നോക്കി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. മറ്റു ചില ഇമ്പോർട്ടൻ്റ് ആയ ലീഡർഷിപ്പ് ചേഞ്ച്, ബിനാ മോഡി റീഅപ്പോയിന്റഡ് ആസ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഗോഡ്ഫ്രൈ ഫിലിപ്സ്. മോഡി ഫാമിലി, കെ മോഡി ആൻഡ് ഫാമിലി, നീരവ് മോഡിയെ നിങ്ങൾക്ക് പരിചയമുണ്ടാകാം. IPL കോൺട്രവേഴ്സിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നീരവ് മോഡി, അവരുടെ ഫാമിലി എല്ലാം മോഡി 3 മക്കളാണ്. കെ മോഡിയുടെ കെ മോഡി ആൻഡ് ബീന മോഡി, അതാണ് മോഡി ഫാമിലി പേരൻസ്. അവരുടെ 3 മക്കൾ. അവരുടെ മറ്റൊരു മോളാണ് ചാരു മോഡി. അഗൈൻ ഷി വാസ് അപ്പോയിന്റഡ് ആസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് ദ കമ്പനി. മോഡി ഈ ഗ്രൂപ്പിൽ ഇവരുടെ പാരമ്പര്യ സ്വത്ത് ആർക്കൊക്കെയാണെന്നുള്ള തർക്കങ്ങളൊക്കെ ന്യൂസിലും എപ്പോഴും കോടതിയിലൊക്കെ എപ്പോഴും നടക്കുന്നൊരു കാര്യമാണ്. അഗൈൻ ഇതൊരു എക്സാം പ്രിപ്പറേഷന് വേണ്ടി മാത്രമായിട്ടല്ല, നിങ്ങളൊരു ബിസിനസ് സ്റ്റുഡൻ്റ് ആകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഇവരുടെ ബിസിനസ്സും ഇവരുടെ ബിസിനസ്സിൻ്റെ ഏരിയാസും ഒക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ്. സോ ബീന മോഡിയാണ് ഇപ്പോൾ നിലവിൽ മാനേജിംഗ് ഡയറക്ടർ. ഈ മോഡി ഗ്രൂപ്പിൻ്റെ അതിലുള്ളൊരു സെഗ്മെൻ്റാണ്, അല്ലെ അതിലുള്ളൊരു കമ്പനിയാണ് ഗോഡ്ഫ്രൈ ഫിലിപ്സ്. അപ്പോൾ ഗോഡ്ഫ്രൈ ഫിലിപ്സിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ എന്തൊക്കെയാണെന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. Now another question, മറ്റു ചില കീ അപ്പോയിൻമെൻറ്റ്സ് നിങ്ങൾ വായിച്ചു പോവുക. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓർമ്മയിലെടുത്ത്, ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പക്ഷേ വായിച്ചു പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഓപ്ഷൻസ് കാണുമ്പോൾ ഓർമ്മ വന്നാൽ ചിലപ്പം ആൻസർ ചെയ്യാൻ പറ്റും. അഗൈൻ സമീർ കുമാർ, കൺട്രി മാനേജർ ആമസോൺ ഇന്ത്യ. ശങ്കർ ചാറ്റർജി, CEO ഡെക്കാത്തലോൺ ഇന്ത്യ. ശിബാശിഷ് റോയ്, CEO ക്രോമ. അഗൈൻ അമിതേഷ് ഝാ, CEO സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട്. സ്വിഗ്ഗി ഇൻസ്റ്റമാർട്ട് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കാം. ക്വിക്ക് കൊമേഴ്സ് വളരെ എന്താ പറയുക, പ്രചാരം നേടിയ കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ട്. ക്വിക്ക് കൊമേഴ്സ് അതിൽ ഒരു പ്ലെയറാണ് സ്വിഗ്ഗി.
മറ്റൊരു പ്ലെയറാണ് ബ്ലിങ്കിറ്റ്. വിപിൻ കപൂരിയ CFO, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ ബ്ലിങ്കിറ്റിൻ്റെ. ഇതൊക്കെ റീസെൻ്റ് ആയിട്ടുള്ള ബിസിനസ്സിൽ നടന്ന ചില മാറ്റങ്ങളാണ്. ഈ വർഷം ചോദിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു ചോദ്യമാണ്, പുതിയ RBI ഗവർണർ ആരാണ്? ഇന്ത്യയുടെ ന്യൂ RBI ഗവർണർ. സോ ഹു ഈസ് എ ന്യൂ RBI ഗവർണർ? സോ സഞ്ജയ് മൽഹോത്ര. ഈ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നത് ഡിസംബർ മാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിന്, ഫെബ്രുവരി നടന്ന എക്സാമിന് ഒരു ഹോട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ ഇതിന് കാണുന്നു. സോ എല്ലാവരും ഓർത്തിരിക്കുക, സഞ്ജയ് മൽഹോത്ര RBI ഗവർണർ. സോ ദാറ്റ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. നൗ അനദർ ക്വസ്റ്റ്യൻ അഗെയിൻ ഡിസംബർ മാസത്തിൽ തന്നെ നടന്ന അമേരിക്കയിൽ ട്രംപ് പ്രസിഡൻ്റായ കാര്യം. സോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രംപ് അപ്പോയിൻറ്റഡ് ഇന്ത്യൻ അമേരിക്കൻ ആസ് ഹിസ് അഡ്വൈസറായിട്ട് ഒരു ഇന്ത്യൻ അമേരിക്കനാണ് അപ്പോയിൻറ്റഡ് ആയ. ഒക്കെ ഇതൊരു ഡിസംബറിൽ നടന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ശ്രദ്ധ നേടിയ വാർത്തയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് ശ്രീറാം കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ടെക്കിയാണ് അഡ്വൈസറായിട്ട്, ട്രംപിൻ്റെ അഡ്വൈസറായിട്ട് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത്. സോ ദിസ് ഇസ് ഓൾസോ എ വെരി പോസിബിൾ ക്വസ്റ്റ്യൻ. 2024 മറ്റു ചില ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെൻറ്റ്സുകൾ നോക്കാം. ഇതൊക്കെ വായിച്ചു പോകുക. നിങ്ങൾക്ക് വെക്കാൻ ശ്രമിക്കുക. നോക്കിയ ഓപ്ഷൻസ് നോക്കി ആൻസർ ചെയ്യുക എന്നുള്ള സ്ട്രാറ്റജി ഫോളോ ചെയ്യാം. ബൈ ഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. ഓം പ്രകാശ് മീന അപ്പോയിൻറ്റഡ് ആസ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു ബുർക്കിന ഫാസോ. അഭയ് കുമാർ അപ്പോയിൻറ്റഡ് ആസ് അംബാസഡർ ഓഫ് ഇന്ത്യ ടു ജോർജിയ. മോണിക്ക ജസൂജ appointed as Chief Growth and Partnership Officer. Sanjay Singhal appointed as Managing Director of Tata International Group. Again, Sanjay Nayyar appointed as President of ASSOCHAM. So, അതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമായിട്ട് ഓർത്തിരിക്കാം. അതൊരു ചാൻസലാണ്. Again, Archana Shukla and Amit Kumar രണ്ടുപേരും NTA ജോയിൻറ്റ് ഡയറക്ടർ. NDAക്ക് 3 ജോയിൻറ്റ് ഡയറക്ടേഴ്സാണ്. അത് 2 അപ്പോയിൻമെൻറ്റ്സ് റീസെൻ്റ്ലിയാണ് ഉണ്ടായത്. മറ്റൊരാൾ ശിവാനിയാണ്. അപ്പം ഈ 2 അപ്പോയിൻമെൻറ്റ്സുകൾ വേണമെന്ന് ഓർത്തിരിക്കുക. NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്താണെന്ന് പലർക്കും അറിയായിരിക്കും. പല കോമ്പറ്റേറ്റീവ് എക്സാംസ് നടക്കുന്ന ഗവൺമെൻറ് കീഴിലുള്ള ബോഡിയാണ് NDA. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CMAT എക്സാമിനേഷൻ അല്ലെങ്കിൽ നെറ്റ് എക്സാമിനേഷൻ ഇതൊക്കെ നടത്തുന്നത് NDA ആണ്, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ്. ഒരുപക്ഷെ NDA ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അർച്ചന ശുക്ല ആൻഡ് അമിത് കുമാർ. സന്ദീപ് കുമാർ മിശ്ര അപ്പോയിൻറ്റഡ് ആസ് ഡയറക്ടർ ഇൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഡയറക്ടർ ഓഫ് NTA ഡയറക്ടർ സന്ദീപ് കുമാർ മിശ്ര. അതാണ് മറ്റൊരു അപ്പോയിൻമെൻറ്റ്. അഗെയിൻ നാസ്കോം ചെയർപേഴ്സൺ ആയിട്ട് അപ്പോയിൻ്റ് രാജേഷ് നമ്പ്യാറാണ്. നാസ്കോം എന്താണെന്ന് അറിയായിരിക്കും ഒരുപക്ഷെ നിങ്ങൾക്ക്. അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് BPO സെഗ്മെൻറ്റ്, അതിന് കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ BPOയുടെയും IT ആൻഡ് BPO സെക്ടറിൻ്റെ ഉള്ള ഒരു അസോസിയേഷനാണ്. അവിടുത്തെ എംപ്ലോയീസിൻ്റെ എല്ലാവരും കൂടെ ഒരു ബോഡിയാണ്, ഒരു നോൺ പ്രോഫിറ്റൽ ബോഡിയാണ്. സോ നാസ്കോമിൻ്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ രാജേഷ് നമ്പ്യാർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വെക്കുന്നു. ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പാർട്ട് നമുക്ക് ചെയ്യാം. സോ തൽക്കാലം ഷോർട്ടായിട്ട് കുറച്ച് കാര്യങ്ങൾ ഓർത്ത് പോകാം. നമുക്ക് ഡെയിലി കുറച്ച് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാം. Now once again, if you are interested to in-depth videos, you can use join option. So it will give you which will help you to get an access to our videos at the earliest, as well as to access to some in-depth videos. Also, subscribe us, follow us, and watch the playlist for more videos related to KMAT examination. അപ്പോൾ എല്ലാവരും KMAT examination പ്രിപ്പയർ ചെയ്യുക. ആരെങ്കിലുമൊക്കെ KMAT examination അപ്ലൈ ചെയ്യാനുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക. സോ ലാസ്റ്റ് ഡേറ്റ് ഇസ് 10th ആണ്. 10th വരെ പോകണ്ട, 9th തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ ദിസ് ആർ അപ്ഡേറ്റ്സ് ഫോർ ദ ഡേ. താങ്ക് യു സോ മച്ച്. വീണ്ടും മറ്റൊരു വീഡിയോ കാണാം. ബൈ.